എപ്പിസോഡിന്റെ അവസാനം ഒരു ട്വിസ്റ്റ് ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സരിത ചേച്ചി ഒരുപാട് അങ്ങോട്ട് സന്തോഷിക്കട്ടെ കേട്ടോ. നീ ഉറപ്പിച്ച് അവർ ജയിക്കുമെന്നല്ലേ? എന്തായാലും അടിച്ചു കയറിയ ഗെയിമിന്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ ഈ സസ്പെൻസും ട്വിസ്റ്റുകളുമാണ്. സോ വി ആർ ഗോയിങ് ടു ലെവൽ 3 ഇൻ മൈ ജി ഫ്യൂച്ചർ പ്രസൻസ്. അടിച്ചു കേറി വാ. ഗെയിമിന്റെ പേര് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി വിരിച്ചിടുക, അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ പുറകിൽ ഒരു കന്നാസ് കാണുന്നില്ലേ, ഒരു ക്യാൻ. ആ ക്യാൻ അത് തുറക്കണം. അത് നിങ്ങൾക്ക് ഒരു കൈ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് തുറക്കണം. അതിനകത്ത് കുറേ തുണികളുണ്ടാവും. ആ തുണികളിൽ നിന്നും സാരിയോ മുണ്ടോ മാത്രമേ നിങ്ങൾ എടുക്കാൻ പറ്റൂ. അത് വിരിച്ചിടണം, പിഴിയണം, വിരിച്ചിടണം. ഒരു കൈയെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വിരിച്ചിടുന്നതിൽ ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിലെ വിരിച്ചിടാൻ പറ്റൂ. അതായത് ആദ്യം ഒരു സാരി, പിന്നെ ഒരു മുണ്ട്, പിന്നെയും ഒരു സാരി. ഈ മത്സരം നിങ്ങൾക്ക് ചെയ്യാനായി ലഭിക്കുന്നത് 90 സെക്കൻഡ് ടൈമാണ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നന്നായിട്ട് വിരിക്കണം ചേച്ചി, നന്നായിട്ട് വിരിക്കണം. സരിത ചേച്ചി വിരിക്കണം, അല്ല ചുമ്മാ നേരെ വിരിക്കണം, അല്ലെങ്കിൽ അവർ കെട്ടിയിട്ടില്ല. പിഴിയണം. ഏകദേശം കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. ഇതൊക്കെ എന്തോന്ന് വിരിപ്പ് ചേച്ചി. ഇങ്ങനെയാണെങ്കിൽ ഹരിതകർമ്മ സേന അത് നിങ്ങളുടെ പറമ്പിലോട്ട് കയറ്റി വിരിച്ചേ. നിങ്ങളുടെ പറമ്പിലോട്ട്. ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ ആരും സാരി ഒന്നും വിരിച്ചിടാറില്ലേ? ഇങ്ങനെ വിരിച്ചിടുവോ? ഇല്ലല്ലോ. ഇങ്ങനെ നമ്മുടെ വീട്ടിലൊന്നും. ഇതിപ്പോ ഇതാകുമ്പോ ചിലപ്പോ ഇച്ചിരി സൂര്യപ്രകാശം അടിച്ച് ഉണങ്ങി കിട്ടും. പെട്ടെന്ന് റിസൾട്ട് പറ. അല്ല പക്ഷേ ടീമിലാണെങ്കിൽ നിങ്ങൾ സരിത ചേച്ചി ജയിച്ചു. സരിത ചേച്ചി എങ്ങനെ അങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റില്ല. സരിത ചേച്ചി തന്നെ ജയിച്ചു. താഴെയാണ് സാരി തൂങ്ങിപ്പോയതുകൊണ്ടാണ്. അല്ല നമ്മുടെ തട്ടില്ലല്ലോ സംഭവം. എനിക്ക് തോന്നുന്നത് ഈ ഭാര്യയും ഭർത്താവ് ഇന്ന് അടിച്ച് പിരിയും. ശരിയാണല്ലോ സംഭവം. നമുക്ക് വീട്ടിൽ പോയി ചോറും കരിയെ കഴിച്ച് മര്യാദ കിടന്നുറങ്ങണ്ടേ? ഭാര്യയെ ജയിപ്പിച്ചു വിടണയാണ് ബുദ്ധി. കഴിഞ്ഞ ലെവലിൽ നീ മുണ്ടി തോറ്റു, ഇത്തവണ സാരിയിലും മുണ്ടിലും കൂടെ തോറ്റു. അങ്ങനെ ലെവൽ 3 30,000 രൂപ സമ്മാനം അടിച്ചിരിക്കുന്നത് ആർക്കാണ്? നമ്മുടെ മക്കളെ. അപ്പൊ നമ്മുടെ സരിത ചേച്ചിക്ക് സമ്മാനം കിട്ടിയിരിക്കുന്ന സമയത്ത് എന്റെ സൈഡിലുള്ള ഓഡിയൻസ് ഒക്കെ കുറച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ സൈഡിലുള്ള ഓഡിയൻസിന് സമ്മാനം തരാനായിട്ട് നമ്മുടെ ഗുണ്ടഗിരി വീണ്ടും ഒരു ചോദ്യവുമായി എത്തിയിരിക്കുന്നു. പാറുവിന് ചെയ്യാൻ അറിയുന്ന തൊഴിൽ ഏതാണ്? തയ്യൽ. തയ്യൽ കറക്റ്റ് ആണ്. നല്ലൊരു കൈഡി കൊടുക്കാം നമുക്ക് ചേച്ചിക്ക്. നന്ദികേശം ഹെയർ ഓയിൽ. താങ്ക് യു. അതെ, നമ്മൾ പോകുന്നത് അടിച്ച് മോനെ എന്ന ജാക്ക്പോട്ട് റൗണ്ടിലേക്കാണ്. ഇതില് നമ്മൾ ജയിച്ചു നിൽക്കുന്ന ആൾക്കും തോറ്റു നിൽക്കുന്ന ആൾക്കും ഓരോ ഓപ്ഷൻസ് കൊടുക്കും. ഒരു പോട്ട് നമ്മൾ തരും, ഒരു കുടം നമ്മൾ തരും. യെസ്, അതിൽ ഒരു പോട്ടിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ നേടിയ 30,000 രൂപയുടെ ഗിഫ്റ്റ് ആയിരിക്കും. ഒരു പോട്ടിൽ എന്താ കാണും? ഒന്നും ഉണ്ടാവില്ല. അപ്പം അത് നിങ്ങളുടെ ഭാഗ്യം മാത്രം ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതായത് നന്നായിട്ട് ദൈവങ്ങളെയൊക്കെ മനസ്സറിഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുത്ത സമ്മാനങ്ങൾ വല്ലവരും കൊണ്ടുകൊണ്ട് നോക്കിയിരുന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇതിൽ ആദ്യം ആ പോട്ട് സെലക്ട് ചെയ്യാനുള്ള അർഹത ആർക്കെന്ന് അറിയാമോ? ഇതുവരെ ജയിച്ചു നിൽക്കുന്നത് നമ്മുടെ സരിത ചേച്ചിക്കാണ്. ആടി കൈയടി. അങ്ങനെ നിങ്ങൾക്ക് തല്ലിപ്പൊളിക്കാനുള്ള 2 പോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് അടിച്ച് പൊട്ടിച്ചെടുത്തോളൂ. ഇതിനകത്തുള്ള 30,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് അടിക്ക് കിട്ടൂല. എല്ലാവരും മാറിക്കെടുത്തോ, ഇല്ലെങ്കിൽ അടിച്ച് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം നമ്മുടെ തലടിച്ച് പൊട്ടി. ചേച്ചി, ദിഗന്ധങ്ങൾ ചെണ്ടുമാറും ഉച്ചത്തിൽ അത് പൊട്ടിത്തെറിക്കട്ടെ. വേണമെങ്കിൽ അത് പൊട്ടിക്കാം, അല്ലെങ്കിൽ ഇത് പൊട്ടിക്കാം. ഒട്ടക്കി സാമി. ഇതിനകത്ത് ഇവൻ ചേച്ചി നശിച്ചു പോകാൻ വേണ്ടിട്ട് പണ്ടേ കൂടോത്രം ചെയ്തൊരു മുട്ട ഒഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്നും ഇല്ല. അടി തുറക്കുമ്പോൾ